കുട്ടികളെ, ആൺകുട്ടികളോട്, ഈമാനിന്റെ വെളിച്ചം തട്ടിയ മക്കളോട് പറയുന്നു, മക്കളെ, ആൺകുട്ടികളും പെൺകുട്ടികളും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രേമിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ആൺമക്കളോട് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഏതോ ഊരി ചുറ്റി നടക്കുന്ന ഒരു ചെക്കന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ പെൺമക്കളോട് പറയട്ടെ, മോളെ, അല്ലാഹു ആൺകുട്ടികൾക്കും പെൺമക്കൾക്കും ജീവിതത്തിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ കൊടുക്കേണ്ടത് കൊടുക്കും. എല്ലാം നശിക്കും. ആ പെണ്ണ് വേറൊരുത്തനെ തേടി പിടിച്ചു പോകും. ഈ ചെക്കൻ ഇവളെ മരിച്ചെറിഞ്ഞുകൊണ്ട് വേറെ പെൺകുട്ടിയെ തേടി പിടിച്ചു നടക്കും. അവസാനം എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. മരിച്ചെങ്കിൽ മരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ, ഈ ഗതികേട് വരെ വരുമെന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് സഹോദരങ്ങളെ SSFന്റെ മക്കൾ സംഘടിപ്പിച്ച ഈ മജ്‌ലിസിൽ ഞാൻ പറഞ്ഞപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞുപോയ 2-3 ഹദീസുകൾ അങ്ങ് വായിച്ചു പോയതാണ്. വേദനാജനകമായൊരു സമയം, വിഷമകരമായൊരവസ്ഥ, ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്നത്, അല്ലയോ സഹോദരങ്ങളെ, ആൺകുട്ടികളും പെൺമക്കളും നഊദു ബില്ലാഹ് വളരെ വിഷമകരമായ ഒരു ചുറ്റുപാടിൽ ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒന്ന് ചിരിച്ചുപോയൊരു ചെക്കനെ കാണുമ്പോഴേക്കും ചാടിപ്പോകുന്ന പെൺകുട്ടികൾ, നഊദു ബില്ലാഹ്. അതിലേറെ വിഷമം 3-4 കുട്ടികളുള്ള പെണ്ണ് വരെ ചാടിപ്പോകുന്നു. ആരുടെ കൂടെയാ പോകുന്നത്? 5 മക്കളുള്ള മനുഷ്യന്റെ കൂടെ. അവനൊന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ. ഈമാനിന്റെ വെളിച്ചം കിട്ടിയ പെൺകുട്ടികളും ആൺകുട്ടികളും ചെയ്യുന്ന, അല്ലെങ്കിൽ ആണും പെണ്ണും ചെയ്യുന്ന ഒരവസ്ഥകൾ, നഊദു ബില്ലാഹ്. ഞാനിവിടെ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, വന്നുപോയപ്പോൾ അല്പം പറഞ്ഞു പോയതാണ്, സാഹചര്യം ഓർത്തപ്പോൾ പറഞ്ഞു പോയതാണ്. എന്റെ പെൺകുട്ടികളോട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മോളെ, അല്ലാഹു നിങ്ങൾക്ക് അഭിമാനം നൽകിയിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ടാവരുത്. മാതാപിതാക്കൾ തന്നെയാവണം നിങ്ങൾക്ക് പുതിയാപ്ലയെ തിരയേണ്ടത്, നിങ്ങൾക്ക് പുതിയാപ്ലയെ അന്വേഷിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ലൊരു ഇണയെ തേടിപ്പിടിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. മോളെ, നിങ്ങളുടെ ഉമ്മ തന്നെയാവണം. മോളെ, നിന്റെ വാപ്പ തന്നെയാവണം. അതിലൂടെയാണ് ബറക്കത്തുള്ളത് മോളെ, അതിലൂടെയാണ് ജീവിതമുള്ളത്. മറ്റുള്ളത് വേറെ ഒരുത്തിയെ, വേറൊരുത്തനെ കാണലോടെ എല്ലാം കഴിഞ്ഞു പോകും.